വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇറച്ചിപ്പുട്ടാണ്. കാ കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള, ചെറിയ സവാള എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു തക്കാളി, കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 വിസിൽ വരുത്താം. ഇപ്പോൾ ഒരു 7 വിസിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ബീഫ് നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ വെള്ളമുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇപ്പം ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം നമുക്ക്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് ഒരു 8 അല്ലി ഉള്ളി ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക് കീറിയത്, കുറച്ച് വേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നാലേ നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കതിലേക്ക് വെന്ത് വന്ന ബീഫ് ചേർക്കാം. ഹൈ ഫ്ലെയിമിലേക്കാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൻ്റെ ഗ്രേവി ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്രേവി നമുക്കിതിൽ ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലേക്ക് ഇടാം. ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ബീഫ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇവ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പത്തിരി ഇടിയപ്പ പൊടി ഇടാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കാം. നമ്മളിങ്ങനെ വാട്ടി ഉണ്ടാക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മളുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പൊടിക്കുന്ന ജാറിലേക്കാണ് ഇടേണ്ടത്. ഇത് ഒരുപാട് അങ്ങ് അടിക്കരുത്. ജസ്റ്റ് 1-ൽ ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം പുട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് പുട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് പുട്ടുകണയിലേക്ക് നമുക്ക് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇടാം. ഇനി നമുക്ക് പുട്ടുപൊടി ഇടാം. പുട്ടുപൊടി ഇട്ടിട്ട് വേണം നമ്മൾ ഇറച്ചി ഇടാൻ. ആദ്യം തന്നെ ഇറച്ചി ഇട്ടാൽ വേവാനായിട്ട് താമസിക്കും. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല നമുക്ക് പുട്ടുകണയിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇടാം. ഇനി കുറച്ച് പുട്ട്, പിന്നെ തേങ്ങ. അങ്ങനെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം ഗ്യാസ് ഹൈ ഫ്ലെയിമിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. ഇപ്പം പുട്ടിൽ നിന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നന്നായി ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 6-7 മിനിറ്റ് കഴിഞ്ഞു. പുട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമ്മൾ പുട്ട് കുത്തരുത്. ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അല്ലെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോകും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.